എക്സ് കുക്ക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല നാടൻ പച്ചമാങ്ങയും മുരിങ്ങയ്ക്ക കോലുമിട്ട മീൻകറിയാണ്. അതിനായി ആദ്യം തന്നെ പാൻ അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് പാൻ ചൂടായതിനു ശേഷം അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇത് ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതായിരിക്കും. ശേഷം ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം ഇടുക. പെരിഞ്ജീരകം ഇട്ടതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് എന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. പകരം മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്താൽ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് മൂന്നും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുഞ്ഞുങ്ങളെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് കുഞ്ഞുള്ളി ഇടാവുന്നതാണ്. ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നല്ല പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. പൊടികളിൽ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. ശേഷം അതിലേക്കൊരു 1.25 ടേബിൾ സ്പൂണോളം അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് ഇടാത്തവരാണെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ആവശ്യത്തിന് മുളക് പൊടി കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഈ സമയത്തും ലോ ഫ്ലെയിമിൽ തന്നെ ഇടണം, കാരണം പൊടികൾ ഇടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് കരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. കൂടാതെ തന്നെ ഇത് നന്നായിട്ട് ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ശേഷം അതിലേക്ക് നാളികേരം കൂടി ഇടുക. ഒരു 1/2 കപ്പോളം നാളികേരം മതി, കുറച്ച് മാത്രം മതി. ശേഷം നന്നായിട്ടൊരു 2 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് തണുത്തിട്ട് ജാറിലേക്കിട്ട് ഇതുപോലൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ശേഷം ഈ റെസിപ്പിയിലെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നല്ല നാടൻ പച്ചമാങ്ങയും മുരിങ്ങയ്ക്ക കോലും കൂടെ ഇട്ട് ആവശ്യത്തിന് ഇതുപോലെ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു കോക്കനട്ടിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ ഈ മുരിങ്ങയ്ക്ക കോലും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ശേഷം അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാൻ തുടങ്ങും. ഇങ്ങനെ അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാൻ പറയുന്നതിൻ്റെ കാരണം ആ മുരിങ്ങയ്ക്ക കോലിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടാനാണ്. ഒന്ന് ഒരു 10 അല്ലെങ്കിൽ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാനുള്ളത്. ശേഷം വേണം ഇതിലേക്ക് നല്ല അരിഞ്ഞു വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ എങ്ങനെ ഇടാനായിട്ട്. ഈ മീനും അതുപോലെ തന്നെ ഓപ്ഷണലാണ്, എന്ത് വേണം ഇടാം. ഇവിടെ ചൂര മീനാണ് ഇടുന്നത്, പക്ഷേ നിങ്ങൾക്കിവിടെ നെത്തോലി മീനൊക്കെ ഇടുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ചെറിയ മീനൊക്കെയാണ് ഇങ്ങനെ വെക്കുന്നതെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുന്നതാണ്. ശേഷം ഇതിലേക്ക് മീനിടുക. മീനിട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ നല്ല നാടൻ കറിവേപ്പിലൂടെ ഇടാവുന്നതാണ്. ഈ ഉപ്പെന്ന് പറയുന്നതും നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്, ഉപ്പും എരിവും ഒക്കെ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുക, കാരണം അടിയിൽ പിടിക്കുന്നുണ്ടോ എന്നുകൂടെ നോക്കാനായിട്ടാണ്. അങ്ങനെ ഒരു കുറച്ച് ടൈമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നല്ല തിളച്ച് നല്ല മണമൊക്കെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് അടിപൊളി മീൻകറി റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണെങ്കിൽ പ്രത്യേകിച്ച് തക്കാളിയോ പുളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.